ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിലേക്ക് വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് നിന്നൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ജസ്റ്റ് മൂവ് ഓൺ ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി തുടങ്ങിയ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണിൽ എന്ത് രീതിയിലുള്ള പ്രതികരണം ആണ് ഉള്ളത് എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറി എന്നൊരു തോന്നല്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലുള്ള അവരുടെ ഒരു അവസ്ഥയും അതുപോലെ തന്നെ അവരുടെ ഒരു ഫീലിങ്സും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗും കൂടിയാണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക. മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി എന്നുള്ളൊരു തോന്നല് നിങ്ങളുടെ പേഴ്സണിലേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ള അവരുടെ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിരന്തരമായിട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ആ ഒരു അവഗണന കാര്യങ്ങൾ തന്നെയായിരിക്കാം നിങ്ങളുടെ ഈ ഒരു മനംമാറ്റത്തിനുള്ള കാരണവും. ഈ ഒരു വ്യക്തിയിലേക്ക് ഒരുപാട് അഡിക്റ്റ് ആയിട്ട് നിന്ന പേഴ്സൺ ആണ് നിങ്ങൾ. ഒരുപാട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തിരികെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു ലഭിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും ഇവർ നിങ്ങളെ അവഗണിച്ചു പോയ വ്യക്തികളാണ്. നിങ്ങൾക്കൊരു വാല്യൂ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള മനസ്സ് കാര്യങ്ങളോ ഒന്നും ഇവർ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പൊ നിരന്തരമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിപ്പോ ഒരുപാട് മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ എന്ത് വേണമെങ്കിലും വന്നോട്ടെ അത് നേരിടാനും നിങ്ങൾ തയ്യാറെടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഒരു തിരക്കുമില്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. ഇനി എപ്പോ വേണമെങ്കിലും ഒരു വന്നെങ്കിൽ വരട്ടെ, പോണെങ്കിൽ പോവട്ടെ, ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിച്ച് തന്നെയായിരിക്കാം നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സെൽഫ് ലവിലേക്കൊക്കെ ഇപ്പോൾ വളരെയധികം കടന്നിരിക്കുന്നു. ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ ഈ ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാക്കിയിരിക്കുന്ന എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ടേക്ക് എന്നുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എംപറർ എനർജിയാണ് ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് മൂവ് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു സ്വാർത്ഥ മനോഭാവത്തിൽ തന്നെയാണ് പുറമേ കാണിക്കുന്നത്. പുറമേ കാണിക്കുന്നത് എന്ന് പറയാൻ കാരണം ഇതാണ് അവരുടെ യഥാർത്ഥ മനസ്സ് എന്ന് പറയുക. എല്ലാവരുടെയും മുന്നിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ച വ്യക്തികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും കാണാതെ ഇരുന്ന് വേദനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവരുടെ എനർജി നിൽക്കുന്നത്. ആദ്യ സമയത്തൊന്നും ചിലപ്പോൾ ഇവർ നിങ്ങളെ മൈൻഡ് ചെയ്യാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ല. നിങ്ങൾ പോണെങ്കിൽ പോവട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇവർ നിങ്ങളെ വിടും. പക്ഷേ എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇവരെ ചേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ പുറകെ വരുന്നില്ല എന്നൊരു തോന്നല് ഇവർക്ക് തോന്നി തുടങ്ങുന്ന ആ ഒരു മൊമെന്റിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് പോകുന്നത്. കാരണം ഒരാൾ പുറകെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ ആരും തിരിച്ചറിയില്ല. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ അത് തിരിച്ചറിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു ഫോളോയിങ്ങോ ചേസിങ്ങോ ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുന്ന ആ ഒരു സമയത്ത് പുറകെ വരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഇവർ നിങ്ങളുടെ പുറകെ ഒന്ന് വന്ന് നോക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു നോട്ടം ഇവർ നടത്തും. പക്ഷെ അങ്ങനെ നോട്ടം നടത്തിയാലും വീണ്ടും നിങ്ങൾ വരുമായിരിക്കും എന്നുള്ള രീതിക്ക് തന്നെ അവർ അതേ ഈഗോ പിടിച്ച് തന്നെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ അവർ ഈഗോ പിടിച്ചിരുന്നാലും നിങ്ങളുടെ ഭാഗത്ത് നിന്നും കാര്യമായ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള ഒരു പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് ഇവർ വരുന്ന ആ ഒരു നിമിഷത്തിലായിരിക്കും ഇവരുടെ മനസ്സ് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അവഗണിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇവരോ നിങ്ങളെ അവഗണിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് വ്യക്തികളൊക്കെ അറിയുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അപ്പൊ അങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അനുഭവിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇപ്പോൾ മനസ്സിൽ വളരെയധികം ഒരു കട്ടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അനുഭവങ്ങളാണ് ഗുരു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒത്തിരി മാറി തുടങ്ങിയ വ്യക്തികളാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇപ്പോൾ ഒത്തിരി ചേഞ്ചസ് ആയിട്ടുണ്ട്. ആ ഒരു അഡിക്ഷൻ കാര്യങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ആണ് കടന്നു വരാൻ പോകുന്നത്. ഇവർക്ക് കുറച്ചധികം ഈഗോ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഇമോഷൻസിനെയൊക്കെ ഇവർ വളരെയധികം കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുറമെ കാണിക്കാനുള്ള സാധ്യതയില്ല ചിലപ്പോൾ. ചിലപ്പോൾ എന്ന് പറയാൻ കാരണം ആദ്യ സമയത്ത് മാത്രമേ നിങ്ങളുടെ പേഴ്സണ് അത് സാധിക്കുകയുള്ളൂ. ആദ്യത്തെ കുറച്ച് നാൾക്ക് ഇവർക്ക് ആ ഒരു ഇമോഷൻസ്, ഇവരുടെ വിഷമം, വേദന അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ, ഭയം ഇതൊന്നും ഇവർ പുറത്ത് കാണിക്കില്ല. പക്ഷെ കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ഇവർക്ക് തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ഒരു ലിമിറ്റിൽ കൂടുതൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഇമോഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ലിമിറ്റിൽ കൂടുതൽ അതിനെ ഒന്നും കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് ആർക്കും തന്നെ കഴിയില്ല. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലും സെയിം തന്നെ സിറ്റുവേഷൻ ആണ്. ഇവർ എത്രയൊക്കെ ഇവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസിനെയൊക്കെ എത്ര ഇവർ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ആ ഒരു കെട്ടെല്ലാം പൊട്ടിപ്പോകും. ഇവർക്ക് തന്നെ അതിനെ ഒന്നും പിടിച്ചു നിർത്താത്ത ഒരു എനർജിയിലേക്ക് മാറിപ്പോകും. അതോടൊപ്പം ഇവർ നിങ്ങളെ തിരിച്ച് ചേസ് ചെയ്യാൻ തുടങ്ങും. 9 of Wands ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു വെളിച്ചം, നിങ്ങളെന്ന് പറയുന്ന വെളിച്ചം എവിടെയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ആ ഒരു സമയത്തായിരിക്കും ഇവർ എത്തിപ്പെടുക. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോകുന്ന സമയത്തൊന്നും നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയില്ല. ആദ്യ സമയത്തൊന്നും ഇവർ നിങ്ങളെ മൈൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഇല്ല. നിങ്ങൾ വീണ്ടും വരും എന്നുവെച്ചാൽ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നാണം കെട്ട് വീണ്ടും വരും എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും ഇവർ ചിന്തിക്കുക. പക്ഷെ നിരന്തരമായിട്ട് നിങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രതികരണമോ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസോ ചേസിങ്ങോ ഒന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഇവര് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഇവർക്കൊരു കുറ്റബോധം. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി അവരിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഒരുപാട് കുറ്റബോധം, ഒരുപാട് മാനസാന്തരം ഇതെല്ലാം ഇവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അതോടൊപ്പം ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബാക്കിലേക്ക്, അതായത് ആ ഒരു കഴിഞ്ഞുപോയ ദിനങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. എന്തൊക്കെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റ്, ഇവര് ചെയ്തിരിക്കുന്ന തെറ്റ്, ഇതെല്ലാം തന്നെ ഇവര് റിയലൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ അത്രയും ഒരു യൂണിവേഴ്സുമായിട്ട് അടുത്ത് നിൽക്കുന്നവരായിരിക്കാം. ഒരു സ്പിരിച്വൽ കണക്ഷനിലൂടെ തന്നെയായിരിക്കും നിങ്ങളിപ്പോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചും അതുപോലെ തന്നെ ആ ഒരു മാനസികാവസ്ഥയിലേക്കും ആ ഒരു വേദനകളിലൂടെയൊക്കെ കടന്നു വന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു കർമ്മ എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചടി എന്നുള്ളത് മാത്രമല്ല കർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനകളെ കാര്യങ്ങളെല്ലാം അതിലൊക്കെ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ ആ ഒരു ഫേസ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ ആ ഒരു എനർജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലവരെ സംബന്ധിച്ച് ആ ഒരു എനർജിയിൽ എത്തിക്കഴിഞ്ഞു. ചിലവരെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ അത് വർക്കായി തുടങ്ങിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു പാസ്റ്റിലേക്ക്, ആ ഒരു നൊസ്റ്റാൾജിയ മെമ്മറിയാണ്. നമുക്കിവിടെ 6 of Cups കിട്ടിയിട്ടുണ്ട്. രണ്ടും സെയിം എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പഴയ ഓർമ്മകളാണ്. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങള്, ഒരുമിച്ച് യാത്ര ചെയ്ത കാര്യങ്ങള്, ഫുഡ് കഴിച്ചത്, പാട്ട് കേട്ടത്, നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ഒക്കെ എന്തായിരുന്നു അതെല്ലാം ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഓർത്തെടുക്കും. അവര് മറന്നു കളഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഓർക്കാതിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആരൊക്കെ അവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിലും ആ ഒരു സ്നേഹം ഒന്നും തന്നെ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുകയില്ല. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ പേജ് ഓഫ് സോഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്ന് പറയുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും.
ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ എടുത്തുചാട്ടത്തിനോ കാര്യങ്ങൾക്കോ ഒക്കെ ചെയ്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപോകുന്ന ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഇവർ പൂർണ്ണമായിട്ടും ആ ഒരു relationship നെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പഠിച്ചു വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങൾ മറ്റൊരു life ലേക്ക് ചിലപ്പോൾ കടന്നവരുണ്ടായിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു person നെ ഒട്ടും നിങ്ങൾക്ക് ഇനി ഉൾക്കൊള്ളാൻ പറ്റാത്തവരും ഉണ്ടായിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി wait ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ 3 category ആണ് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു category ഏതാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് connect ചെയ്യാവുന്നതാണ്. നമ്മൾ പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ feelings ൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ person ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള സാധ്യതകളുണ്ട്. ഇതുവരെ stuck ആയിട്ട് നിന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു relationship ന്റെ കാര്യത്തിൽ യാതൊരുവിധ action എടുക്കാൻ തയ്യാറെടുക്കുക മാത്രമല്ല താല്പര്യം പോലും കാണിക്കാതെ നിന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു time ൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾ കൈവരും. ഇതുവരെ അവർ നിങ്ങളെ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു emotions express ചെയ്യാത്ത രീതിയിലൊക്കെ അവരുടെ emotions പോലും മാറ്റപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു പരിഗണന മനസ്സുകൊണ്ട് അവർ തരാനായിട്ട് തുടങ്ങും. മാത്രമല്ല നിങ്ങളിലേക്കുള്ള ഒരു യാത്ര അവർ അവിടെ നിന്നായിരിക്കും ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു value അറിയില്ല. നിങ്ങൾ വിട്ടു പോകുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോഴായിരിക്കും അവർക്ക് ആ ഒരു value അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു energy എന്ന് പറയുന്നത് നിങ്ങളുടെ person നിങ്ങൾ വിട്ടു പോകുന്ന സമയത്തായിരിക്കും നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഒന്ന് കേൾക്കണമായിരുന്നു. നിങ്ങൾക്ക് കുറച്ചൊരു സമയം തരണമായിരുന്നു. അതുപോലെ നിങ്ങളുടെ relationship ആയിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചധികം സമയം തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു relationship ൽ ഇത്രത്തോളം ആ ഒരു പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു വിട്ടുപോകുന്ന energy യിലേക്കോ ഒന്നും അത് പോകില്ലായിരുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവരിൽ വന്നു തുടങ്ങും. 3 of swords ആണ്. ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച് തീർത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വെന്തുരുകി കരഞ്ഞ ആ ഒരു വേദനകളെല്ലാം നിങ്ങളുടെ വ്യക്തിയും അനുഭവിക്കാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയത്ത് തന്നെയായിരിക്കും. ആ ഒരു തിരിച്ചറിവിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വേദനയിൽ നിന്നും തന്നെയാണ് ഒരു നീതി നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ തരാമായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയിലേക്ക് ഇവർ എത്തുന്നത്. അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു person ന്റെ ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം ഇവർ തിരിച്ചറിയണം എന്ന് മാത്രമായിരിക്കും നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക. വീണ്ടും ഇവരെ ചിലപ്പോൾ accept ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും കഴിയുന്നുണ്ടാവില്ല. കാരണം ഒരു trust issues ഒക്കെ വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരെ സ്വീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരെ depends upon you ആണ്. അപ്പോൾ നിങ്ങളെയൊക്കെ depend ചെയ്തിട്ടാണ് ആ ഓരോ കാര്യങ്ങൾ ഇരിക്കുന്നത്. കാരണം ഓരോരുത്തർക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന വേദനകൾ വ്യത്യസ്തമാണ്. ചിലവർക്ക് ചെറിയ വേദനകളായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ person നിങ്ങൾ കൈവിട്ട് പോയി എന്നൊരു തോന്നലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ miss ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. പകരം നിങ്ങൾക്കൊരു നീതി നൽകണം എന്നുള്ള mentality യിലേക്ക് എത്തുകയും ചെയ്യും. ഒരു സമയം നിങ്ങൾ ഇവരെക്കുറിച്ച് ഓർത്ത് വേദനിച്ച വേദന നിങ്ങൾ ഓർത്തെടുത്തിരുന്ന ആ ഒരു പഴയകാല memories അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് തന്നെ ഇവർ നിങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഭാരം ഇവർക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്ത ഒരു situation ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് സ്വയം ഒരു transformation വേണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഇവർ എത്തും. ഇവിടെ judgment ആ വന്നിരിക്കുന്നത്. അവർക്ക് ആ ഒരു ദുഃഖം സഹിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവരാണ് തെറ്റ് ഇതിൽ കൂടുതൽ ചെയ്തത് എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു കഴിയുമ്പോൾ സ്വയം തന്നെ ഒരു പുനർജന്മം വേണം. എന്നുവെച്ചാൽ തനിക്ക് സ്വയം ഒരു നീതി ലഭിക്കണം എന്നൊരു അവസ്ഥ വരുമ്പോഴാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ down stage ലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും അവരുടെ life ൽ ഒരു നീതി ലഭിക്കണം എന്നൊരു thought വന്നു തുടങ്ങും. ഒരു materialistic ആയിട്ടുള്ള love ന്റെ പുറകെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും വിട്ടിട്ട് നിങ്ങളിലേക്കുള്ള യാത്രയാണ്. ആ ഒരു chasing mentality ലേക്ക് ഇവർ വന്നു തുടങ്ങും. കാരണം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു പുതിയ ബന്ധമായോ നിങ്ങളുടെ life ലേക്ക് മറ്റേതെങ്കിലും ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതെല്ലാം അറിയാനായിട്ട് ഇവർ ശ്രമിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അതൊന്നും പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. ഒരു contact ഓ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വെക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു social media ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു phone number പോലും ചിലപ്പോൾ നിങ്ങൾ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഏത് രീതിയിൽ മാറ്റി കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇവർ പല source ലൂടെ നിങ്ങളെ chase ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ട് move on ചെയ്ത് പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ energy നിങ്ങളുടെ person ന്റെ energy ഒക്കെ ഇവിടെ connected ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങളെ ഇവർ chase ചെയ്യുന്നുണ്ട്. മുന്നോട്ടേക്ക് അവർ chase ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇവർക്ക് നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. കാരണം നിങ്ങളുടെ relationship ൽ ഇവർ ചെയ്തിരിക്കുന്ന ആ ഒരു തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു മുറിവ് എന്ന് പറയുന്നത് വളരെ വലിയ ആഘാതം തന്നെയായിട്ടാണ് ഇവിടെ കിട്ടുന്നത്.
എല്ലാവരുടെ കാര്യത്തിലും എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച വ്യക്തികളാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നീതി വേണമെന്ന് ഇവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ദുഃഖഭാരം ഇവർക്ക് ചുമക്കാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻ അതുപോലെ നിങ്ങളെ ഇവർ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു സമയത്ത് നിങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രേ ചെയ്യുന്ന എനർജിയിലേക്കൊക്കെ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്തിരുന്ന അതേ പ്രവൃത്തികളൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സണും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വേണമെന്നൊരു തോന്നല് നിങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് വരികയുള്ളൂ. അല്ലാതെ നിങ്ങൾ ചേസ് ചെയ്ത് പോകുമ്പോൾ അവർക്കത് തോന്നില്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് പോകുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസ് ഈ ഒരു റീഡിംഗ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചേസിങ് ആദ്യം തന്നെ നിർത്തുക. അവരുടെ പുറകെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പോകാതിരിക്കുക. കാരണം ചേസ് ചെയ്ത് പോകുന്തോറും അല്ലെങ്കിൽ ബലമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവരുടെ പുറകെ ഒരുപാട് പോകാതെ നിങ്ങൾ അവരുടേതായ രീതിക്ക് അവരെ വിടുക. നിങ്ങൾക്കുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും. പുറകെ നടന്ന് മേടിക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം 2 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഇവരിൽ നിന്ന് വിട്ടുപോയി എന്നൊരു തോന്നൽ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ആ ഒരു തീവ്രതയും നിങ്ങളെയും മനസ്സിലാവുകയുള്ളൂ. നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവർ ആ ഒരു സമയത്തെ ശ്രമിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇവർ നിങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോയി എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോൾ ഇവരുടെ കൂടെ ഇപ്പൊ ആരൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയവരുണ്ടായിരിക്കാം. നമ്മൾ already പറഞ്ഞതുപോലെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇവർക്ക് ആ ഒരു കരിയർ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഇതൊക്കെ മാത്രം നോക്കിയൊക്കെ നിങ്ങൾ അവഗണിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇവർക്ക് ഇതൊന്നും സാറ്റിസ്ഫാക്ഷൻ നൽകില്ല. ഇവർക്ക് അവിടെയൊന്നും തൃപ്തി ലഭിക്കില്ല. സന്തോഷവും സമാധാനവും ഇവർക്ക് ലഭിക്കാതെ പോകും. ഇവരുടെ സമാധാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു എനർജിയിലേക്ക് ഇവർ മാറും. ഒരുതരം ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ പോകാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ ഒരു കർമ്മ വർക്ക് ആവാനുള്ള സാധ്യതയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ആ ഒരു കർമ്മ എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു മനോനില തെറ്റുന്ന അവസ്ഥയിലേക്ക് ഇവർ മാറാനുള്ള സാധ്യതകളും ഉള്ളത്. പെട്ടെന്നുള്ള എനർജി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണലി ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇവർക്ക് ആ ഒരു കർമ്മ എഫക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ നിങ്ങളുടെ പുറകെ വരികയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് വീണ്ടെടുക്കണം എന്നുള്ളൊരു തോട്ടിലേക്ക് ഇവർ എത്തുകയും ചെയ്യും. കാഴ്ചപ്പാടുകൾക്കാണെന്നുണ്ടെങ്കിൽ മാറ്റം വരും. അതുപോലെ ഇതുവരെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ റീസൺസ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് അതൊന്നും തന്നെ ഒരു റീസൺ അല്ലാതെയായി മാറും. അല്ലെങ്കിൽ ഇവർക്ക് ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു മെന്റാലിറ്റി പോലും ഇവർക്ക് വന്നു തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സമ്മാനിച്ച വ്യക്തികളായിരിക്കാം. ടോക്സിക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ ഇവരുടെ പുറകെ ഇങ്ങനെ കൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്കൊട്ട് ഇതിൽ നിന്ന് വിട്ടു പോകാൻ സാധിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒട്ടും ഇവരിൽ നിന്ന് ലഭിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു തിരിച്ചറിവുകളൊക്കെ വന്നു തുടങ്ങും. എന്താണ് ഇവർ റിലേഷൻഷിപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ മനസ്സിലാക്കി തുടങ്ങും. ആ ഒരു സമയത്തായിരിക്കും ഇവർക്ക് നിങ്ങളിലേക്ക് ഒരു അപ്പോളജിയുമായിട്ട് എത്തണം എന്നൊരു തോന്നൽ വരാനുള്ള സാധ്യതയുള്ളത്. അത് തന്നെയാണ് ആ ഒരു നീതി എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം. അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകണം. അതിനു വേണ്ടിയിട്ട് സ്വയം എഫേർട്ട് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ മാറുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെ ഒരു ഹാർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആകാനായിട്ട് തുടങ്ങുന്നത് പോലും. ഇതൊരു വിധിയാണ് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ പിൻവാങ്ങുന്ന സമയത്ത് ഇതൊരു വിധിയല്ല, അതിനെ മറികടന്ന് തന്നെ വരണം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിധിയെ മാറ്റിക്കുറിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്തകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് വരാനുള്ള സാധ്യത. ആ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് ഉടനെ തന്നെ എത്താനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ മാറ്റത്തിന് വേണ്ടി കാത്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇവരിൽ മാറ്റങ്ങൾ കൈവരാനായിട്ട് പോകുന്ന എനർജിയാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ എഫേർട്ട് ഇടാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ നിങ്ങൾ മാറി എന്നൊരു തോന്നലില് ഇവർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കി ഒരുപാട് വേദനിക്കാൻ പോകുന്ന ഒരു അവസ്ഥകളിലുമാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 27,
30 ഡേയ്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു 30 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കാസർഗോഡ് 36 A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മകം എന്നൊരു സ്റ്റാർ, പൂരം, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, ടോറസ് എന്നൊരു സോഡിയാക് സൈൻ, വി എന്നൊരു ലെറ്റർ, ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ്, ലിബ്ര, പൈസസ്, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. UAE വന്നിട്ടുണ്ട്. ആയില്യം, എറണാകുളം, R എന്നൊരു ലെറ്റർ, S എന്നൊരു ലെറ്റർ, J എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. V again വന്നിട്ടുണ്ട്. ഇടുക്കി, ട്രിവാൻഡ്രം again വന്നിട്ടുണ്ട്. A എന്നൊരു ലെറ്റർ again വന്നിട്ടുണ്ട്. ഏരീസ്, അനിഴം എന്നൊരു സ്റ്റാർ, A വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ കൂടുതലായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് 4, 8, 7, 9, 3, 10, 6, 4 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പറാണ്. 10 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലൂസും അതുപോലെ തന്നെ സിറ്റുവേഷൻസും എനർജീസും എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കമന്റ് ചെയ്യാവുന്നതുമാണ്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.